ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ്. PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇതുവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബാക്കി കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയതിന്റെ ബാക്കി ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോയാലോ കൂട്ടുകാരെ? പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് അർത്ഥമാക്കുന്നത് വളർച്ച. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് അർത്ഥമാക്കുന്നതാണ് വളർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തൽ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതാണ് ആധുനിക വൽക്കരണം. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തൽ അറിയപ്പെടുന്നത് ആധുനിക വൽക്കരണം. ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതാണ് സ്വാശ്രയത്വം. ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതാണ് സ്വാശ്രയത്വം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യ രക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് തുല്യത എന്ന് പറയുന്നത്. ഇക്വാലിറ്റി, തുല്യത കേട്ടോ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷിന്റെ ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത INC സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത INC സമ്മേളനമാണ് കറാച്ചി സമ്മേളനം 1931. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1938. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നിലവിലെ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷമാണ് 1938. നിലവിലെ പ്ലാനിംഗ് കമ്മിറ്റി അല്ല, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷമാണ് 1938 എന്ന് പറയുന്നത്. 1944 ഗാന്ധിയൻ പദ്ധതി അല്ലെങ്കിൽ ഗാന്ധിയൻ പ്ലാനിന്റെ ഉപജ്ഞാതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ശ്രീമൻ നാരായൺ അഗർവാൾ ആണ് 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് JC കുമരപ്പയാണ്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ 1945 രൂപം നൽകിയത് MN റോയ് ആണ്. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ KC നിയോഗിയാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനാണ് KC നിയോഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായിക നയമാണ് ഇൻഡസ്ട്രിയൽ പോളിസി. ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഖ്യാപിച്ചത് എന്നു ചോദിച്ചാൽ 1948 ഏപ്രിൽ 6 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായിക നയം പ്രഖ്യാപിച്ചത്. സർവോദയ പദ്ധതി 1950 അതിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണാണ്. സർവോദയ പദ്ധതി 1950 ഉപജ്ഞാതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ജയപ്രകാശ് നാരായൺ. ബോംബെ പ്ലാൻ ആണ് അടുത്ത് നമ്മൾ നോക്കാനായി പോകുന്നത്. ബോംബെ പ്ലാൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതി. ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില പ്രമുഖ
വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി അല്ലെങ്കിൽ ബോംബെ പ്ലാൻ. നിലവിൽ വന്നത് 1944 1944 ബോംബെ പ്ലാൻ നിലവിൽ വന്നത്. ബോംബെ പ്ലാൻ ഔദ്യോഗികമായി അറിയപ്പെടുന്ന എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈൻ എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ. എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ് ബോംബെ പ്ലാൻ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേശിർ ദലാലാണ്. അർദേശിർ ദലാൽ ആണ് ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത്. 1944 ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വം നൽകിയത് അർദേശിർ ദലാലാണ്. 1946 ഈ സ്ഥാപനം നിരോധിച്ചു കേട്ടോ. JRD ടാറ്റ, GD ബിർല, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, ശ്രീറാം, AD ഷ്രോഫ്, കസ്തൂർബായി ലാൽ ബായ് എന്നിവരാണ് ഈ ബോംബെ പ്ലാനിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ വ്യവസായികൾ. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ഉണ്ട് കേട്ടോ. ജോൺ മത്തായി ആണ് ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളത്തെ ക്ലാസ്സുകളിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.